സ്ത്രീയെ ആകർഷണമുള്ളവളാക്കുന്നത് അവളുടെ സൗന്ദര്യമല്ല, മറിച്ച് ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തോടെ മുന്നേറി ഈ ചെമ്പരവതാനിയിൽ നിങ്ങൾക്കും കാലുറപ്പിക്കാം. ഇത് റെഡ് കാർപ്പറ്റ്. So let's begin the show. This is Red Carpet. And ഇന്ന് റെഡ് കാർപ്പറ്റിന്റെ എപ്പിസോഡ് മനോഹരമാക്കാൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് മലയാളികളുടെ ഇഷ്ടപ്പെട്ട നായകനും അവതാരകനുമായ ഒരു അഭിനേതാവാണ്. അദ്ദേഹത്തിന്റെ കൂടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നവവധുവിനെയും കൂട്ടിയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അനൂപ് കൃഷ്ണൻ ആൻഡ് ഐശ്വര്യ. അപ്പോ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേടിക്കണ്ട, ഇവിടെ നമ്മളിങ്ങനെയൊക്കെ ഡാൻസും പാട്ടൊക്കെ കളിക്കുന്നുള്ളൂ, വേറെ ഉപദ്രവിക്കൊന്നുമില്ല, അതുകൊണ്ട് പേടിക്കാതെ നിൽക്കൂ. അനൂപിന്റെ മുഖത്താണെങ്കിൽ പതിവില്ലാത്ത ഒരു പ്രസാദം ഇങ്ങനെ തുളുമ്പി നിൽക്കാണ്. അതിന്റെ കാരണം എന്താണ്, ആരാണ് എന്നൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഇരുന്നാണ് അതൊക്കെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിന്ന് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കില്ല, നിങ്ങൾ ചെയ്യുന്നത് പോലെ. ഓക്കെ, അടിപൊളി. അപ്പൊ ഇവരുടെ മനോഹരമായ കസേരകൾ നമുക്ക് കൊടുക്കാം. അവരിരുന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് വിശേഷങ്ങൾ പറയാം. റെഡി? റെഡി. ഓക്കെ, അപ്പൊ നമ്മളിതാ തുടങ്ങാൻ പോവാണ്. ആദ്യം തന്നെ ഇത് റെഡ് കാർപ്പറ്റ് സ്ത്രീകളുടെ വേദിയാണല്ലോ, അപ്പൊ നമുക്ക് ഐശ്വര്യ അടുത്ത് തന്നെ ആദ്യം ഐശ്വര്യമായിട്ട് അങ്ങ് ചോദ്യങ്ങൾ ചോദിക്കാം. വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ടാണ്. അതായത് ഈ അനൂപ് എന്ന് പറയുന്ന ഒരു ആക്ടർ, നമ്മളെല്ലാവരും കാണുന്ന ഭയങ്കര നല്ലൊരു ആക്ടർ ഉണ്ടല്ലോ, ആ ആക്ടറിനെയാണോ അതെയോ ആങ്കർ, ഒരുപാട് സംസാരിക്കുന്ന, ചളിയടിക്കുന്ന, തമാശകൾ പറയുന്ന ആങ്കറിനെയാണോ, അത് വീട്ടിലൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന മടിയനായ അനൂപേട്ടനെയാണോ ഐശ്വര്യക്ക് കൂടുതൽ ഇഷ്ടം? അനൂപേട്ടനില്ല, നമ്മളേട്ടനില്ല, അനൂപിനെയാണോ കൂടുതൽ ഇഷ്ടം? അനൂപിനെ. ആ, അനൂപിനെയാണ് ഇഷ്ടം. അതായത് പണിക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കണം, അതാണ് കുട്ടിയുടെ ആഗ്രഹം. അപ്പൊ അതിനെന്തെങ്കിലും കാരണം? അതായത് ഈ മൂന്ന് മേഖലയിലും അല്ലാത്ത ഒരു സ്വഭാവം ആ സമയത്ത് അനൂപിനുണ്ടോ? ആക്ടർ എന്ന് പറയുമ്പോ അഭിനയല്ലേ, അപ്പൊ അങ്ങനെ. പിന്നെ ഓൺ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ എന്താ പറയാ, സ്ക്രീൻ പ്രസൻസ് ലൈക്ക് ക്യാമറയുടെ മുന്നിലാണ് ഫുൾ ടൈം. പക്ഷെ നെക്സ്റ്റ് വേർഷൻ ഓഫ് അനൂപാണ്. ഈ ഡോക്ടർ ആയതുകൊണ്ട് ഐശ്വര്യ എങ്ങനെയാണ് വീട്ടിൽ, അതായത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, എക്സസൈസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടോ? അതവിടെ ഇവിടെ അല്ല, സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്, അത് പോട്ടെ. പക്ഷെ ഒരു ഡോക്ടേഴ്സ് എപ്പോഴും പറയുമല്ലോ നമ്മുടെ ഹെൽത്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ അനൂപ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അത് സ്കിപ്പ് ചെയ്യരുത്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്, വൈറ്റമിൻ ഇ ടാബ്ലറ്റ് കഴിക്കണം ഫോർ ഹെയർ, അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊന്നല്ല. അതായത് ഇവള് ആക്ച്വലി ഭയങ്കര നീറ്റാണ്. അതായത് അടുക്കും ചിട്ടയെന്നൊക്കെ പറയില്ലേ, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്റെ കാര്യങ്ങളായിട്ട്. ഞാൻ ഇതെല്ലാം അങ്ങനെയും വലിച്ചു വാരിയിട്ട്, അല്ലെങ്കിൽ എനിക്കത് എടുക്കാൻ കിട്ടില്ല ചിലപ്പോൾ. അവിടെ ഇവിടെയൊക്കെ ഇട്ടാൽ മാത്രമേ എനിക്കത് പെറുക്കി കൂട്ടി എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവളെങ്ങനെ പറഞ്ഞാൽ ഓക്കെ, ബുക്സ് ഇവിടെ, മൊബൈൽ ഇവിടെ, ചാർജർ ഇവിടെ, ബാഗ് അപ്പുറത്ത്, ഷൂ മറ്റേതിനുള്ളിൽ പോയിരിക്കും, റാക്കിന്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ തപ്പണം. അതെ, അങ്ങനെയൊക്കെയാണ് ഇവള്. ആ ഒരു ഇത് തന്നെ ഉള്ളൂ. പക്ഷെ എന്താണോ ഞാൻ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഈ എന്തിലാ സ്പെഷ്യലൈസ് ചെയ്തിരിക്കണേ? ഞാൻ ആയുർവേദമാണ്. ഫൈനൽ ഇയർ ആണ് ഇപ്പൊ MD ചെയ്തോണ്ടിരിക്കണേ. ഇപ്പൊ ഞാൻ ഫാർമസി ആൻഡ് റിസർച്ച്. ഞാൻ പറയാം RSBK. അതെന്താ ചോദിക്കൂ? RSBK എന്താണ്? രസശാസ്ത്ര ഏവം വൈശിഷ്ട്യ കൽപ്പന. എന്നോട് ഫസ്റ്റ് ലൈക്ക് കമ്മിറ്റ് ആവുന്ന ടൈമിൽ ചോദിച്ചിരുന്നു എന്തിലാണ് MD ചെയ്യുന്നത്. അപ്പൊ ലൈക്ക് നമ്മള് സ്വാഭാവികം നമ്മുടെ ആയുർവേദത്തിന്റെ ഇതാണല്ലോ പറയാ. അപ്പൊ യൂഷ്വലി ഇത് കേട്ട് പരിചയമില്ല. അപ്പൊ ഞാൻ RSBK ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻ കേസ് എവിടെയെങ്കിലും പോകുമ്പോ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ അങ്ങനെ പറഞ്ഞാലും മതി. പഠിക്കാൻ എത്ര ദിവസം എടുത്തു? ഒരു കൊല്ലം. നിങ്ങള് ശരിക്കും നിങ്ങളെ എവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്? നിങ്ങൾ ഒരേ നാടാണോ? ഒരേ നാടല്ല, ഒരേ നാട് പറഞ്ഞാൽ ഞങ്ങൾ ഒരേ ജില്ലക്കാരാണ്. ജില്ലയാണ് ഒന്ന്. അതെ, പക്ഷെ കണ്ടുമുട്ടണതൊക്കെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് എൻ്റെ ഒരു ചേട്ടനുണ്ട്, സണ്ണി ചേട്ടൻ. ചെറിയൊരു പുള്ളിയുടെ ആയുർവേദിക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രത്ത് പുള്ളി വന്നിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു ദിവസത്തേക്ക് വേണ്ടി വന്നപ്പോ അവിടെ ആ ഹോസ്പിറ്റലില് ലൈക്ക് ആ ഒരു 1 month പീരീഡിൽ നമുക്ക് ഇന്റേൺഷിപ്പ് പീരീഡ് ആണ്. അതില് ഞാൻ അവിടെ ട്രിവാൻഡ്രത്ത് ഇവിടെ വർക്ക് ചെയ്യായിരുന്നു ജൂനിയർ ഡോക്ടറായിട്ട്. അപ്പൊ അനൂപ് അവിടെ, അപ്പൊ അനൂപ് എന്തിനാ വന്ന് പിഴിയാൻ എന്തിനാ വന്നത്? ഞാനവിടെ സണ്ണി ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാ. അതിനുശേഷം സണ്ണിച്ചേട്ടൻ ഒറ്റ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. അതെ, ടെൻഷനായി. ഒരാൾ സണ്ണിച്ചേട്ടനെ കാണാൻ പോയി, ഒരാൾ ഇന്റേൺഷിപ്പിൽ പോയി, രണ്ടുപേരും. പക്ഷെ അപ്പൊ എത്ര ദിവസം ഉണ്ടായിരുന്നു നിങ്ങൾ ഒരുമിച്ച്? അല്ല, അതിനുശേഷമാണ് പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ സംസാരിക്കാനും
അല്ലെങ്കിൽ കോണ്ടാക്ട് ഒക്കെ വന്നു തുടങ്ങിയത്. അത് ശരി. പിന്നെ അതൊരു 2 വർഷം എടുത്തു. പാൻഡമിക് സിറ്റുവേഷനിലാണല്ലോ നിങ്ങളുടെ ഈ കല്യാണം തന്നെ നടന്നത്. സോ കല്യാണത്തിനെ കുറിച്ചിട്ട് നമ്മുടെ കല്യാണം ഇങ്ങനെയായിരിക്കണം, ഇന്ന സ്ഥലത്തായിരിക്കണം, അങ്ങനെയൊക്കെ കുറേ പ്രതീക്ഷകൾ, കുറേ ആൾക്കാരെ വിളിക്കണം, ആ സദ്യ, മറ്റേ പായസം, അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പം വിചാരിക്കുമല്ലോ. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയി. നിങ്ങൾ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്തത്? പറഞ്ഞോളൂ. ആ കുട്ടിയാണ് മാനേജ് ചെയ്തത്. മാനേജർ പറയൂ. എനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട് മാരേജ് എന്ന് പറയുമ്പോൾ. അപ്പൊ അതെന്തായാലും ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ചടങ്ങുകൾ ഇതിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ എല്ലാ ഫാമിലിയും ഒരുമിച്ച് കൂടിയിട്ട് കുറേ ആൾക്കാർ, സുഹൃത്തുക്കൾ എല്ലാവരും കൂടിയിട്ടുള്ള കൈൻഡ് ഓഫ് ഗെറ്റ് ടുഗദർ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തു. നമ്മൾ വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മളൊരു സമ്മാനം പോലെ എന്തെങ്കിലും സ്വീറ്റ്സ് പോലെ കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോഴാണ് നമ്മുടെ വില്ലൻ കൊറോണ അവതരിച്ച് വീണ്ടും ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നത്. പക്ഷെ എന്നിട്ട് പോലും ഞങ്ങൾ ആ ഒരു ടൈമൊക്കെ മാനേജ് ചെയ്തിട്ട് കൊടുത്തു. ഈ അനൂപ് എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരാളെയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞത്? ബിക്കോസ് അവരൊക്കെ ചിലപ്പോൾ സീരിയലോ ആ ഷോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? അവരുടെ റെസ്പോൺസ് എന്റെ ക്ലോസ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് അഞ്ജു. അപ്പോ അവളടക്കം അവളെ എന്റെ കൂടെ ഉണ്ടായിരുന്നു ആക്ച്വലി ഹൗസ് ഏജൻസി ടൈമിൽ. അവളുടെ ഏക വിഷമം അതായിരുന്നു, നിന്നെ കണ്ടു എന്നെ മാത്രം എന്തേ കണ്ടില്ല എന്നായിരുന്നു അവളുടെ ചോദ്യം. ഇന്നലെ വരെ ചോദിച്ചിരുന്നു. കഷ്ടം അഞ്ജു, എന്താ ചെയ്യാ, ഓരോരോ വിധി അല്ലെ, വിധിയെ തടുക്കാനാവില്ല അഞ്ജു എന്ന് പറയുന്ന പോലെ. അച്ഛനും അമ്മയ്ക്ക് എന്താ പറഞ്ഞത്? അച്ഛനും അമ്മയ്ക്കും തീരെ അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല. അൾട്ടിമേറ്റ് ഡിസിഷൻ പപ്പയുടെ ആയിരുന്നു, എന്റെ അല്ലാന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ഓ അത് ശരി. അപ്പൊ ഈ അതായത് അച്ഛനെ അനൂപ് പോയി മീറ്റ് ചെയ്യുക, സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഫോണിൽ വിളിക്കുക, അച്ഛനെ വളച്ച് അല്ല ഒന്നുമില്ല. ഞങ്ങള് കാഷ്വലി ഇപ്പൊ ഈ സംസാരിക്കുന്ന പോലെ തന്നെ അപ്പനെ വിളിച്ച് വൈകുന്നേരം ആദ്യം അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവള് വീട്ടിലാണല്ലോ. അപ്പൊ അമ്മേനെ സംബന്ധിച്ച് അമ്മ കിടന്നിട്ട് വിറക്കിയത് അത് നോന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഇന്ന ആളെന്നെയാണ് പറഞ്ഞു. ആ ഓക്കെ, അത് നന്ദേട്ടൻ പറഞ്ഞിട്ട് നമുക്ക് പറയാട്ടോ പറഞ്ഞോട്, നന്ദേട്ടനോട് പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം പറയാട്ടോ പറഞ്ഞു. അപ്പം ഞാൻ കുഴപ്പമില്ല, ഞാൻ വിളിച്ചോളാം പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പപ്പേനെ വിളിച്ചു, അപ്പത്തന്നെ വിളിച്ചു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അതായത് നമ്മളൊരു ഫോർമൽ അല്ലാത്ത രീതിയിൽ അങ്ങോട്ടും സംസാരിച്ചു, അതേപോലെ തന്നെ ഇങ്ങോട്ടും പുള്ളി സംസാരിച്ചു. അപ്പോൾ രണ്ടുപേർക്കും അങ്ങനെ ഇതായി. പിന്നെ തീരുമാനം ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഓക്കെ പറഞ്ഞു. പിന്നെ നിങ്ങളുടെ സീരിയൽ വിശേഷങ്ങൾ പറയൂ. അതായത് ആ സീരിയൽ വളരെ ഹിറ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ എനിക്ക് തോന്നുന്നു അനൂപ് എന്ന് പറയുന്ന ആക്ടറിനെ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമാവാനും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരാള് എന്ന് പറയാനും എവിടെ പോയാലും വിശേഷങ്ങൾ ചോദിക്കാനൊക്കെ ഒരു ഇഷ്ടം വന്നത് ആ സീരിയലിലൂടെ ആയിരിക്കും. സോ എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു എൻട്രി മാത്രമല്ല ആ ഒരു ഹോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതായത് ആ കല്യാണം എന്ന ക്യാരക്ടർ ശരിക്കും അത് വന്നോട് കൂടിയിട്ടാണ് എന്റെ മുഖം ആൾക്കാർക്ക് പരിചയമാവുന്നത്. വലിയൊരു പ്ലാറ്റ്ഫോമും കൂടിയാണല്ലോ. അപ്പോൾ അതിന്റെ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നായകനായിട്ട് പോലും 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒക്കെ ഓഫ് ബീറ്റ് മൂവീസും കാര്യങ്ങളാണ്. ഈ റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്ന റിയൽ നമ്മുടെ IFFIയുടെ റെഡ് കാർപ്പറ്റ് നടക്കാനുള്ള ഭാഗ്യമൊക്കെ ഒരു സിനിമ ഇഷ്ടി വഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ പനോരമയുടെ. അത് കഴിഞ്ഞ് അമ്മമരത്തണൽ, അതൊക്കെ ഹീറോ. പക്ഷെ ചെറിയ വേഷങ്ങളാണ് ബാക്കിയൊക്കെ ചെയ്ത്. ബാലേന്ദ്ര മേനോൻ സാറിന്റെ സിനിമ, പിന്നെ കോണ്ട സാറിനും, അങ്ങനെ സർവോപരി പാലാക്കാരൻ, ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്, പ്രൈസ്. അപ്പൊ അങ്ങനെ ചെറിയ പടങ്ങൾ ചെയ്തിട്ട് മുഖം ആർക്കും അറിയില്ല. ആക്ടർ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പൊ നമുക്ക് തന്നെ അറിയണ്ടാവില്ല കുറെ ആൾക്കാർ. അപ്പോ ഈ സീരിയൽ വന്നോട് കൂടിയിട്ട് മുഖം നന്നായി ഫെമിലിയർ ആയി. പിന്നെ എവിടെ പോകുമ്പോഴും കല്യാണമായി മാറി. സീരിയല്, പാട്ട് കേൾക്കാൻ അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. ഇഷ്ടമാണ് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പാടാൻ ഇഷ്ടമല്ല. ഇവള് പാട്ട് പാടും ആക്ച്വലി. ഒരു 2 വരി, അതായത് നമ്മള് വേറെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്, ഏതെങ്കിലും ഒരു 2 വരി പാട്ട് നമുക്ക് വേണ്ടി. ഞാൻ വേണി ചെവി അടയ്ക്കാം. ഞാനും വേണ്ടി ചെവി അടയ്ക്കാം. ഇല്ലില്ല, ഞാൻ പഠിച്ചിട്ടുണ്ട് കുട്ടിയില്. പക്ഷെ അത് ലൈക്ക് ഓൺ ഫ്ലോർ ഒന്നും വേണ്ട. ഇനി അനൂപ് പാട്ട് പാടുമോന്നുള്ളത് എനിക്കറിയില്ല. പാടും നല്ല ഭാര്യ ഭർത്താവ് അങ്ങോട്ട് പാടും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചോദിക്കുമ്പോട്ട് പാടുമില്ല. രണ്ടുപേരും അങ്ങോട്ട് ഞാൻ കഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കാതിരിക്കുമ്പോ രണ്ടുപേരും പാടും, ഭയങ്കര പാട്ടാണ്. പക്ഷെ പാടാൻ ചോദിച്ചാൽ പാടില്ല. അനൂപമാണെങ്കിൽ ഒരുപാട് പേരെ പാട്ട് പാടിപ്പിച്ചു, വെള്ളം കുടിപ്പിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ അപ്പൊ അനൂപിന്റെ ഒരു പാട്ട് കേൾക്കാൻ പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഏതാ? അപ്പൊ അനൂപ് നമുക്ക് വേണ്ടി പാട്ട് പാടാന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ആ സന്തോഷത്തിൽ നമ്മൾ അനൂപിന്റെ പാട്ട് കേൾക്കാൻ പോകണം. ഏത് പാട്ടാ പാടുന്നത്? ഞാന് ഈ പാട്ട് ഞങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ കൂടിയാണ് ആക്ച്വലി. ഞങ്ങൾ തമ്മിൽ അതായത് ഞാൻ ആ ഷോയ്ക്ക് പോകുന്നതിന്റെ തൊട്ടുമുമ്പ് നമ്മുടെ ഫോണൊക്കെ മാറ്റുമല്ലോ, അതിന്റെ തൊട്ടുമുമ്പ് ഞാൻ ഈ പാട്ട് ആണ് ലാസ്റ്റ് വെറുതെ തമാശക്ക് കൊടുത്തിട്ട് ആ പാട്ട് കൊടുത്തിട്ടാ പോയെ.
നനയുമിരുളിൻ കൈകളിൽ നിറയെ മിന്നൽ വളകൾ, അമരയിലയിൽ മഴനീർമണികൾ തൂവി പവിഴം, ഓർക്കാനൊരു നിമിഷം നെഞ്ചിൽ ചേർക്കാനൊരു ജന്മം, ഈ ഓർമ്മ പോലും ഒരുത്സവം, ജീവിതം ഗാനം. ഇതളൂർന്നു വീണ പനിനീർദളങ്ങൾ തിരികെ ചേരും പോലെ, ദലമർമരങ്ങൾ ശ്രുതിയോടു ചേർന്നു മൂളും പോലെ, വെൺചന്ദ്രനി കൈക്കുമ്പിളിൽ പൂ പോലെ വിരിയുന്നു, മിഴി തോർന്നൊരി മൗനങ്ങളിൽ പുതുഗാനമുണരുന്നു, ഇതളൂർന്നു വീണ പനിനീർദളങ്ങൾ തിരികെ ചേരും പോലെ, ദലമർമരങ്ങൾ ശ്രുതിയോടു ചേർന്ന് മൂളും പോലെ. അപ്പോൾ ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണല്ലോ, അപ്പൊ നമുക്ക് കുറച്ച് ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി പോലെ ഒരു ഗെയിം ഉണ്ട്. വന്നട്ടെ. സോനിയ വന്നട്ടെ എന്ന് പറയുന്ന പോലെ ഒരു സൂപ്പർ ഗെയിം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഗെയിം കളിക്കാൻ ഓക്കെ ആണോ? ഓക്കെ, റെഡി? റെഡി. സോ ഗെയിമിന് വേണ്ടിയിട്ട് അനൂപും ഐശ്വര്യം ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കണം. അനൂപിനാണെങ്കിൽ ഭയങ്കര ആവേശമാണ്. ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോർ വരെ തകർക്കും എന്നുള്ള ആവേശമാണ്. അപ്പൊ ഇത് എന്താ സംഭവം എന്നറിയോ? അതായത് നമ്മള് സ്ഥിരം പണ്ട് ഓണത്തിനും ക്ലബിലൊക്കെ ഇതാണ് കളിക്കാറുള്ളതാണ്. സ്പൂണിൽ നാരങ്ങ വെച്ചിട്ട് ഇങ്ങനെ പോവുക, നാരങ്ങ താഴെ വീഴരുതെന്നൊക്കെയുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു ബോൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ തരും. നിങ്ങൾ ഇതും കൂടി ഇങ്ങനെ താഴെ വീഴാതെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. എന്നിട്ട് ഈ ഒരു ലാസ്റ്റ് പോയിന്റിൽ ഈ ബൗളിലേക്ക് ലെമൺ പ്ലേസ് ചെയ്യണം. ഈ ബോൾ കയ്യിൽ തന്നെ വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് സ്പൂൺ. പിടിച്ചോളൂ. ലെമൺ ഒരെണ്ണം എടുത്ത് പ്ലേസ് ചെയ്യണം. എന്നിട്ട് ഈ ബോൾ ഞാൻ തരും. റെഡി? 1 2 3 മ്യൂസിക്. വെരി ഗുഡ്. അടുത്തത്. പന്ത് പിടിക്കരുത്, തട്ടിക്കൊണ്ടിരിക്കണം. ഹോൾഡ് ചെയ്യരുത്. അങ്ങനെ ഹോൾഡ് ചെയ്യരുത്. തട്ട്. യെസ്. അയ്യോ പോയി. നാരങ്ങ ഒരു കൈ കൊണ്ട് വേണ്ടി തട്ടിക്കോ, അപ്പൊ കുറച്ചുകൂടി കിട്ടും. പോയി. അതന്നെ കിട്ടും. ഹോൾഡ് ചെയ്യാതെ തട്ടിക്കോ. കോൺസെൻട്രേറ്റ് ഐശ്വര്യ, കോൺസെൻട്രേറ്റ്. എന്തായാലും നമ്മൾ വീഴ്ത്തിയിരിക്കും. വീഴ്ത്തി. അനൂപ് എന്തായി കാണുന്നേ? ക്രിസ്ത്യാനോ റൊണാൾഡോ ആരായിട്ട് വരുന്ന അറിയോ? പോട്ടെ. അതന്നെ കിട്ടി. യെസ്. ബോളല്ല അതിലുണ്ട്. വെരി ഗുഡ്. തട്ട്. ഹോൾഡ് ചെയ്യരുത്. തട്ട്. യെസ്. വെരി ഗുഡ്. അല്ല, വെരി ബാഡ് ആയി പോയി. ബാക്കിൽ വാ. സമയം തീരാറായി. പോട്ടെ. 1 യെസ്. Easy. You can. Cool. പറ്റും. ശ്രദ്ധിച്ച് ശ്രദ്ധ മാടത്തു. ഓക്കേ. റെഡി. സമയം തീർന്നു. അപ്പൊ ഐശ്വര്യ 3 എണ്ണം, അതായത് 3 നാരങ്ങ കറക്റ്റ് അതാണ്. ഒന്നില്ലെങ്കിൽ തട്ടുമ്പോ നാരങ്ങ പോകും, അല്ലെങ്കിൽ നാരങ്ങ പോകുമ്പോ ബോള്. അങ്ങനെയൊക്കെ ആകെ പ്രശ്നം.
പക്ഷെ അടിപൊളിയായിട്ട് കളിച്ചു അല്ലേ? പിന്നെ നന്നായി കളിച്ചു. റൊണാൾഡോയുടെ ആരായിട്ട് വരുന്നത്? റൊണാൾഡോ ഏകദേശം ഈ കുഴൽ ബന്ധത്തിലുള്ള റൊണാൾഡോ വളരെ ആരുമായിട്ട് വരും. അടിപൊളി, പാവം. പക്ഷെ സൂപ്പർ. നമുക്ക് നോക്കാം ഇനി ജയിക്കോ തോക്കോ എന്നുള്ളത് എനിക്കറിയില്ല. താങ്കളുടെ ഭർത്താവിന്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പൊ അതാ ഒരു ഫുട്ബോൾ പ്ലെയറിന്റെ ഹെയർ സ്റ്റൈലിൽ നിന്ന് ശരിക്കും റൊണാൾഡോ ആയിട്ട് ഇവിടെ ഒരാൾ കളിക്കാൻ പോവാണ്. ഈസി ആക്കാൻ വേണമെങ്കിൽ ഈ പ്ലേറ്റ് ഇതിന്റെ മുകളിൽ വെച്ചു. വേണ്ട വേണ്ട. അപ്പൊ ഞാൻ നാരങ്ങ വെക്കാൻ പോവാണ്. റെഡി, 1 2 3 മ്യൂസിക്. വെരി ഗുഡ്. യെസ് യെസ്. നിങ്ങൾ ഇത് കാണുന്നുണ്ടോ എന്ന് പറയുന്ന പോലെ ആവേശമായിട്ടാണ് അനൂപിന്റെ ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത്. മതി, അവിടെ എത്തി. അനൂപിന് ഫുൾ ടൈം ഇത് തന്നെയാണ് പരിപാടി തോന്നുന്നു, ഗെയിം കളിക്കല് തന്നെ. അടിപൊളി അടിപൊളി അടിപൊളി, ഗംഭീരം. അത് അഹങ്കാരം. അതിനാണ് ഞങ്ങൾ അഹങ്കാരത്തിന് കൈയും കാലും മുടി കെട്ടുന്നത്. തൊട്ടടുത്ത് എത്തിയിട്ട് മര്യാദയ്ക്ക് ഇട്ടാ മതി. അതിന്റെ ഇടയ്ക്ക് അഹങ്കാരം കാണിക്കാൻ പോയിട്ടാണ് ഇത് സംഭവിച്ചത്. സൂപ്പർ. റെഡി റെഡി റെഡി. ആവേശം കുറച്ചിട്ട് നാരങ്ങ ഇട്ടിട്ട് തിരിച്ചു വരൂ. ഓക്കെ, അടിപൊളി. ഒന്നേ നോക്കാം, ഇതും കൂടി പ്ലേസ് ചെയ്യോ നാലാമത്തത് പ്ലേസ് ചെയ്യോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈക്വൽ ആയിട്ട് നിങ്ങൾ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുകയാണ് 3-3 എന്നുള്ള രീതിയില്. ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്ന് നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. റെഡി, 1 2 3. പോട്ടെ 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 പോട്ടെ. വേഗം. സ്പീഡ് തട്ട്, ഹോൾഡ് ചെയ്യരുത്. യെസ്. അപ്പോ 4 എണ്ണം ചെയ്തിരിക്കുകയാണ്. സമയം കഴിയാറായി. 5ാമത്തെ വേണോ വേണ്ടോ എന്നുള്ളത് ഇപ്പൊ തീരുമാനിക്കാം. റെഡി, 5 സെക്കൻഡ് കൂടെ. റെഡി, 1 2 3. പോട്ടെ 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 പോട്ടെ. യെസ് 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 യെസ്. ഓക്കെ, അപ്പോ എന്തായാലും 4 ലെമൺ കറക്റ്റ് ആയിട്ട് അവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഗെയിമർ അനൂപ് തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. അടിപൊളി. സിമ്പിൾ ആണെന്ന് തോന്നുന്നു, പക്ഷെ സിമ്പിൾ അല്ല. എന്തായാലും ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് അനൂപ് ആയതുകൊണ്ട് നമുക്ക് അനൂപിന് ഒരു കിടിലൻ സമ്മാനം കൊടുക്കാനുണ്ട്. ആൻഡ് പരാജയപ്പെട്ടിരിക്കുന്നത്, തോറ്റ് തുണ്ടും പാടിയിരിക്കുന്നത് താങ്കളുടെ ധർമ്മപത്നി ആയതുകൊണ്ട് കിട്ടിയ നാരങ്ങ വീട്ടിൽ കൊണ്ടുപോകുള്ളൂ കേട്ടോ, ക്ഷീണം തീർക്കാൻ. അതെ, അപ്പൊ നമുക്ക് ഐശ്വര്യക്ക് ഒരു പണിഷ്മെന്റും ഉണ്ട്. പിന്നെ സമ്മാനം വലുതായതുകൊണ്ട് വീട്ടിൽ കൊടുക്കൊന്ന് ഷെയർ കൊടുത്താൽ മതി, ഭാര്യയാണല്ലോ. അതുകൊണ്ട് പങ്കുവെക്കാട്ടോ. പണിഷ്മെന്റ് പങ്കുവെക്കാൻ പാടില്ല. ഈ പണിഷ്മെന്റ് എന്ന് പറയുന്നത് പങ്കുവെക്കാനുള്ളതല്ല, ഒരിക്കലും. സമ്മാനം എന്ന് പറയുന്നതാണ് പങ്കുവെക്കാനുള്ളത്. ഓക്കെ, ഓഹോ ശരി. അപ്പൊ എന്താ സമ്മാനം വരട്ടെ? ഇനി നമുക്ക് ഐശ്വര്യയുടെ ഒരു പണിഷ്മെന്റ് എന്താന്ന് വെച്ചാൽ, അതായത് നമ്മളൊരു ഒരു വാക്കുകൾ ഇങ്ങനെ കൊടുക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കറുപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഐശ്വര്യ അപ്പൊ തന്നെ പറയണം കറുപ്പിനഴക്, വെളുപ്പിനഴക്, ഓ അങ്ങനെ പറയണം. അങ്ങനെ ഞാൻ പെട്ടെന്ന് പാട്ടുകൾ പറയണം. പാട്ടുകൾ പറയണം, പാട്ടുകൾ പാടണം, പറയണം, എങ്ങനെ വേണമെങ്കിലും. വാക്ക് വരുന്ന ആ വാക്ക് ആദ്യം തന്നെ വരണ നിർബന്ധമില്ല കേട്ടോ. പാട്ടിന്റെ ആദ്യത്തെ ഒരു പല്ലവിയിൽ അത് വരണം. അങ്ങനെ. ഓക്കെ, അപ്പൊ ആദ്യത്തെ വേർഡ് തേങ്ങി. തേങ്ങി തേങ്ങി കരച്ചില്ല. തേങ്ങി തേങ്ങി അറിയോ? ഒരു പാ വെച്ചിട്ട് തുടങ്ങുന്ന ഒരു പാട്ടില് തേങ്ങി എന്ന് പറയുന്ന വരിയുണ്ട്. ലാലേട്ടന്റെ സിനിമയാണ്, ശോഭന അഭിനയിച്ച. കൊടുക്കല്ലേ പാട്ട് പറഞ്ഞു മണി ചിത്ര അതിലെ പാട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞാല് ഞങ്ങക്ക് ബസറല്ല ആൻസർ കറക്റ്റ് എന്ന് പറയാൻ പറ്റും. മിഠായി തരുമോ? ഞാൻ പറയും. അത് കിട്ടിയിട്ട് പറഞ്ഞോളൂ, കുഴപ്പമില്ല. പഴം 2 കിലോ പഴം. പഴം തമിഴ് പാട്ടി. അത് ഫുള്ളായിട്ട് പറയൂ. അല്ല, പാടൂ. അതായത് ആ ഒരു വരി ഒന്ന് കണക്ട് ചെയ്ത് കിട്ടാതെ.
പഴം അതിന്റെ നെക്സ്റ്റ് ലൈൻ ശ്രുതി പഴയൊരു തമ്പുരു മീട്ടി തേങ്ങി. കറക്കണ്ടോ അതാണ് തേങ്ങ. ഇനി അടുത്തത് തേങ്ങ അടുത്തത് അടുത്തത് അടിപൊളി വേടാണേ. മലർ. മലർ മലരെ മൗനമാ. ആ പാടാ അങ്ങനെ. ആ ബാക്കി അറിഞ്ഞൂടാ, അത്ര ശ്ശോ, അറിയോ. ഇത്രയും നല്ല പാട്ട്. ശ്ശോ. ഇനി അടുത്തത് തലോടി. ഇതൊക്കെ പെട്ടെന്ന് അപ്പൊ പറയും. തലോടും ഞങ്ങള് രണ്ടുപേരും കൂടിച്ചിരുന്നിട്ട് ഇത് പനിഷ്മെന്റ് വേണ്ട, അവിടേക്ക് കൊടുത്തോ. അവിടെ സത്യം സത്യം പറഞ്ഞാൽ എനിക്ക് അതാ തോന്നുന്നത്, ഇത് പണിഷ്മെന്റ് ഈ കുട്ടിക്ക് വേണ്ട, നമുക്കാണ് മൊത്തം പണിഷ്മെന്റ്. ഇങ്ങനെയുള്ള വാക്കുകൾ കിരീടത്തിലൊരു പാട്ട് തലോടും. ലാലേട്ടൻ അഗൈൻ ലാലേട്ടൻ. അതന്നെ അതന്നെ മനസ്സിലായി. മനസ്സിലായ പോലെ പറയണം. കണ്ണീർ. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. ആ, തലോടി കവിളിൽ തലോടി. ശരി, കണ്ണീർ പൂവിന്റെ കവളിൽ അടിയോടി. ഓക്കെ, ഈ പണിഷ്മെന്റ് എവിടെ നിർത്താൻ പോകും? മൊത്തത്തിൽ എനിക്ക് പണിയായിക്കൊണ്ടിരിക്കുകയാണ്.